ഈ പറഞ്ഞ പോലെ തുപ്പി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എടി കുമ്പി ഇങ്ങനെ അതേന്താ ഷമീർ മമ്മൂദേ ഷമീറിന്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തൊപ്പിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് സോഷ്യൽ മീഡിയയിലെല്ലാം വന്നിരിക്കുകയാണ്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. തൊപ്പിക്ക് MRZ ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ് 3 മാസം മുമ്പ് തൊപ്പി പിരിച്ചുവിട്ടു. അതിന്റെ കാരണം എന്താന്ന് ചോദിക്കുവാണെങ്കിൽ മമ്മുവും ഷമീറും ഇന്നലെ വീഡിയോയിൽ വന്ന് പറഞ്ഞു തൊപ്പി ഒരുപാട് അവരെ ടോർച്ചർ ചെയ്തു, കൂടാതെ സാലറി ഒന്നും കൊടുത്തില്ല, മാത്രമല്ല ഒരു പോക്സോ കേസൊക്കെ തൊപ്പിക്ക് മേലെ വരുന്നുണ്ട്. അതായത് തൊപ്പി പ്രായമാകാത്ത ഒരു പയ്യനോട് മോശമായിട്ട് പെരുമാറി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ എത്രത്തോളം ജെനുവിനാലിറ്റി ഉണ്ടെന്ന് നടത്തില്ല, അവർ പറയുന്ന കാര്യങ്ങളാണ്. മമ്മൂന് ഞാൻ കൊടുത്ത പൈസ കയ്യും കണക്കുമില്ല. ഓക്കെ, പിന്നെ ഓൻ്റെ വീട് പുതിയ ഓനക്കൊരു വീട് സെറ്റാക്കിയിട്ട് ആ വീട്ടിലേക്ക് ഓൻ്റെ ഉമ്മനെ താമസം മാറ്റാൻ ചിന്തിച്ചവനെ ഞാൻ പൊട്ടനായിരുന്നു ഞാൻ. അതിൻ്റെ ഇടക്കാണ് 3 മാസം മുമ്പേ ഇവരെ മൊത്തത്തിലുള്ള ഇവരെ ടീമിൻ്റെ ഓപ്പറേഷൻ ഞാൻ പിടിച്ചത്. ഓക്കെ, പ്രൂഫ് ആദ്യം കാണിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, ഇതിൽ കുറേ ചെറിയ പേയ്മെൻറ്റ്സ് ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട, ചെറിയ പേയ്മെൻറ്റ്സ് നോക്കണ്ട. ഇത് നമ്പർ ലീക്കായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. മോനേതാ മുഹമ്മദ് മമ്മൂൻ്റെ അക്കൗണ്ട് ആയത്. മമ്മൂൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും കാലമായിട്ട് അയച്ചു കൊടുത്ത എല്ലാത്തിൻ്റെയും പൈസ ഉണ്ട്. ഓൻ പറഞ്ഞെന്താ ഇത്രയും കാലം ഒരുമിച്ച് വന്നിട്ട് 1 രൂപ പോലും ഓന് കൊടുത്തില്ല. 1 രൂപ പോലും. എത്ര ലക്ഷം മൊത്തം കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തു. ഓക്കെ, തൊപ്പി മമ്മൂന് ഇട്ട് കൊടുത്ത പൈസയുടെ സ്ക്രീൻഷോട്ട് ഒക്കെ കാണിക്കുന്നുണ്ട്. മമ്മു നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു തൊപ്പി എനിക്ക് പൈസ ഒക്കെ ഇട്ട് തരാറുണ്ട്, അത് തൊപ്പിയുടെ ആവശ്യങ്ങൾക്കുള്ള പൈസയാണ്. അതായത് തൊപ്പിയുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കാനും തൊപ്പിക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസയാണ് അവർ എന്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നത്. അതിൽ നിന്നൊരു 30 രൂപ ഞാൻ എടുത്താൽ പോലും തൊപ്പി കണക്ക് ചോദിക്കുന്നതാണ് പറയുന്നേ. തൊപ്പി മമ്മുവിന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും മമ്മു പറഞ്ഞു എന്റെ വീടൊക്കെ വെച്ചോണ്ട് ഒരു ബ്ലോഗ് എടുക്കാനായിട്ട്. തൊപ്പി അത് എടുത്തില്ല, തൊപ്പിക്ക് നാണക്കേടാണെന്ന് പറഞ്ഞെന്നാണ് പറയുന്നേ. അതുപോലെ തൊപ്പി സംസാരിച്ചെന്നാണ് പറയുന്നേ. തൊപ്പി ഒരു കാര്യം പറഞ്ഞിരുന്നു, വേറൊരു വീട് വെച്ചിട്ട് മമ്മൂന്റെ അമ്മേനെ അങ്ങോട്ട് മാറ്റാനായിട്ട് തൊപ്പി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇനി അത് ചെയ്യില്ലെന്നാണ് പറയുന്നത്. കാരണം മമ്മു ഒക്കെ പുറകിൽ നിന്നാണ് തനിക്കിട്ട് കുത്തിയെന്നാണ് തൊപ്പി പറയുന്നേ. മമ്മു പറയുന്നുണ്ട് മമ്മുവിന്റെ വീട് ഓടിട്ടൊരു ചെറിയ വീടാണ്, അവിടെ പോയാലും മമ്മു നിലത്താണ് കിടക്കുന്നത്, അവിടെ കട്ടിലൊന്നും ഇല്ലെന്നാണ് മമ്മു പറയുന്നേ. മമ്മു ഒരുപാട് കഷ്ടപ്പാടിൽ കൂടിയാണ് ലൈഫ് മുന്നോട്ട് നീക്കിക്കൊണ്ട് പോകുന്നത്, എന്നിട്ട് പോലും തൊപ്പി സാലറി പോലും കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നേ. മമ്മുവിനെ കൊണ്ട് തൊപ്പി തുണിയെല്ലാം കഴിപ്പിക്കും, മമ്മു ആണ് അവിടുത്തെ പ്രധാന അലക്കുകാരൻ എന്നാണ് മമ്മു പറയുന്നേ. ഇതിന് തൊപ്പി റിപ്ലൈ പറയുന്നുണ്ട്, അതായത് ഒരു ബക്കറ്റിൽ കൊണ്ട് എല്ലാവരുടെയും തുണിയെല്ലാം കൊണ്ടിടും, മമ്മു ഒരു പണി എടുക്കത്തില്ല, അതുകൊണ്ട് തൊപ്പി ഒരു പണിഷ്മെന്റ് കൊടുത്തു, ആ ഡ്രസ്സെല്ലാം എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടിടുക. ഇതാണ് അലക്കിച്ചെന്ന് പറയുന്നത്. മമ്മു ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു വീട്ടിൽ 10 പേര് താമസിക്കുമ്പോഴത്തേനും പണി എല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുക്കണം, അതിനെ പണി എടുപ്പിച്ചെന്ന് പറയരുത്. തൊപ്പിക്കെതിരെ മമ്മു വെക്കുന്ന അലിഗേഷൻ അവൻ ഇതുവരെ സാലറി കൊടുത്തിട്ടില്ലെന്നാണ്. അവൻ ഇതുവരെ സാലറി കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് വിട്ടിട്ട് അവന് വേറെ ജോലിക്ക് പോവാം. അതായത് 2 വർഷം തൊപ്പിലൂടെ നിന്നിട്ടാണ് അവൻ പറയുന്നത് ഇതുവരെ സാലറി കിട്ടിയിട്ടില്ലെന്ന്. സത്യം പറയുവാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് നല്ല പാടാണ്. ആരെങ്കിലും സാലറി കിട്ടാതെ 2 വർഷത്തോളം ഒരാളോടെ നിൽക്കുവോ? നമ്മള് ശരിക്കും എന്റെ യഥാർത്ഥ പണി എന്ന് വെച്ചാല് നാട ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോന്റെയും നിയാദിന്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 2 രൂപ നമുക്ക് അവിടുന്ന് നമ്മൾ എടുക്കുന്ന പണിക്കോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അവന്റെ ലൈവിൽ പോയി പെർഫോം ചെയ്തതിനുള്ള റവന്യൂ പൈസയോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചെയ്തതിനുള്ള ഇതിൽ നിന്ന് ഒരു 5000 രൂപയെങ്കിലും മാസം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതേപോലെ വന്ന് പറയാൻ ഞാൻ നിൽക്കൂലായിരുന്നു. ഇവര് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊപ്പി ഇവരെ വെച്ചിട്ട് ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നു, കൂടാതെ പ്രൊമോഷൻ ചെയ്യുന്നു, എന്നിട്ട് ഇവർക്ക് 10 പൈസ കൊടുക്കുന്നില്ലെന്നാണ്. ഇവരെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു, ഇൻസൾട്ട് ചെയ്യുന്നു, മർദ്ദിക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. മാത്രമല്ല തൊപ്പി ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ തൊപ്പിക്ക് പ്രോഫിറ്റ് കിട്ടുന്ന കാര്യത്തിന് മാത്രമേ തൊപ്പി ഇറങ്ങിത്തിരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് വീഡിയോ ഇട്ടിട്ട് പ്രൊമോഷൻ ചെയ്യും, അങ്ങനെ ഒരു രീതിയിലാണ് തൊപ്പി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സത്യം പറയുകയാണെങ്കിൽ തൊപ്പി അങ്ങനെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, ഇമാരെന്താണ് ചെയ്യുന്നത്? തൊപ്പിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തൊപ്പിയുടെ കൂടെ കംഫർട്ടബിൾ അല്ലെങ്കിൽ അവിടെ വിട്ടുപോകണം. പിന്നെ അയാളെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? അയാൾ ഇതിനെല്ലാം റിപ്ലൈ പറയുന്നുണ്ട്, അയാൾ പറയുന്ന കാര്യങ്ങൾ ജെനുവിൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. തൊപ്പിയുടെ വീട്ടിൽ ഇവർ കഞ്ചാവ് കയറ്റി മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നെന്നാണ് തൊപ്പി പറയുന്നത്. അതൊന്നും നമുക്ക് പുറത്തു പറയാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നേ. ഷമീർ തൊപ്പിക്കെതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ട്. സത്യം പറയുവാണെങ്കിൽ ഷമീറിന്റെ ഭാഗത്ത് റൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഷമീർ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാവുള്ളൂ. ഷമീറിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തെറ്റ്. തൊപ്പി തെളിവ് സഹിതം കാണിക്കുന്നുണ്ട്. ഒരു കാലത്തും മറ്റൊരാളും ചെയ്യത്തില്ലാത്തൊരു ഉപകാരം അവൻ നിനക്ക് ചെയ്തു തന്നു. അവന്റെ ഒരു യൂട്യൂബ് ചാനൽ ഏകദേശം 1 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ നിനക്ക് തന്നു. അതിനാണ് നീ ഇപ്പൊ വീഡിയോ ഇട്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഷമീർ രക്ഷോടെല്ലാം ഓർത്തിരിക്കുന്ന ഒരാളാണ് തൊപ്പിയെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യത്തില്ല. ഇവൻ 0 എന്ന് യൂട്യൂബിൽ തുടങ്ങുന്നത് ഇവന് ഭയങ്കര ബുദ്ധിമുട്ട്, ഇവന് ഭയങ്കര ഈഗോ ആണ്. അതുകൊണ്ട് എൻ്റെ ഒരു സെക്കൻഡ് ചാനലുണ്ട്, ഒരു 100K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള, എത്രയാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 80K 90K എത്രയാണ് എനിക്ക് ഓർമ്മയില്ല, 100K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ സെക്കൻഡ് ചാനൽ പേര് മാറ്റിയിട്ട് ഞാൻ ഷമീറിന് കൊടുത്തു. അതിൽ എൻ്റെ അക്കൗണ്ടാണ് ആഡ് ആയിട്ടുള്ളത്, അതിൽ എൻ്റെ ആഡ്സെൻസും എൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് ആഡ് ആയിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ ഇവന് കൊടുത്തു. ഓക്കെ, ഇവൻ ലൈവ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഓൾറെഡി എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ഒരു റവന്യൂ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ പ്രൂഫ് ഞാൻ ഇപ്പോൾ കാണിക്കും. ഓക്കെ, അത് ഓൻ്റെ യൂട്യൂബ് എടുത്തിട്ട് ഓനോട് ലൈവിൽ പറയണം, നിന്റെ യൂട്യൂബ് എടുത്തിട്ട് ആ ഹിസ്റ്ററി കാണിക്കണം, നിന്റെ പേയ്മെന്റ് ഹിസ്റ്ററി കാണിക്കണം, നിങ്ങൾ ചോദിക്കണം ഗൈസ്, നിങ്ങൾ ചോദിക്കണം. അത്രയും പച്ച കള്ളം പറഞ്ഞിട്ട് എന്നെ അത്രയും എന്നെ കള്ളാനെ വിളിക്കുന്ന ആൾക്കാർ, മനസ്സിലാ, എന്നെ കള്ളാനെ വിളിക്കുന്നത്.
ഇവൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്ര പേയ്മെൻറ്റ് വന്നു എന്നെല്ലാം കാണാൻ പറ്റും. അതിൽ ഇവൻ യൂട്യൂബ് ലൈവ് തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ സെക്കൻഡ് ചാനലിൽ വന്ന പേയ്മെൻ്റ് ആയ എത്ര ഡോളറാണ് കാണിച്ചുതരാം. അതിവൻ കൺവേർട്ട് ചെയ്തു, അത് ഡേറ്റ് കാണിച്ചില്ല. എന്തൊരു പച്ച കളരാന്നാലോക്കെ. തൊപ്പിക്ക് ഷമീറിന്റെ സ്വഭാവം നല്ലപോലെ അറിയാം. തൊപ്പി പറയുന്നുണ്ട് ഷമീറിന് സീറോയിൽ നിന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് നാണക്കേടാണ്. അതറിഞ്ഞിട്ടാണ് തൊപ്പിയുടെ ചാനൽ കൊടുത്തത്. തൊപ്പിയുടെ ചാനൽ കൊടുത്തിട്ട് അതിൽ ഇവൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. എന്നിട്ടാണ് ഇവനിപ്പോ തൊപ്പി ഫ്രോഡാണ്, അവന്റെ പേരിൽ പോക്സോ കേസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നേ. നമ്മൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഓർത്തോ ഷമീറെ, അത് കർമ്മയായിട്ട് തിരിച്ചു കിട്ടും, 100% ഉറപ്പാണ്. ഈ ഷമീർ ആണെങ്കിലും മമ്മു ആണെങ്കിലും തൊപ്പിക്കെതിരെ ഒരു തെളിവില്ലാതെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. തൊപ്പിയാണെങ്കിൽ എല്ലാ തെളിവുകളും വെച്ചിട്ടാണ് ഇവർക്കെതിരെ ആരോപണമായിട്ട് മുന്നോട്ട് വരുന്നത്. ഈ ഷമീർ പറയുന്നത് തൊപ്പി അവിടെയുള്ളവർക്ക് ഡ്രഗ്സ് കൊടുത്തുന്നതാണ്, തൊപ്പി പറയുന്നത് ഷമീർ അവിടെയുള്ളവർക്ക് ഡ്രഗ്സ് കൊടുത്തുന്നതാണ്. ഇതിലേതാണ് വിശ്വസിക്കേണ്ടത്? അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് രണ്ടുപേരും. വീട്ടിൽ ഡ്രഗ്സ് കയറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ കൂടെ വിളിച്ചു പറയുവാണ്. സത്യം പറയുകയാണെങ്കിൽ പോലീസ് ഇവർക്കെതിരെ കേസെടുക്കും, അത് 100% ഉറപ്പാണ്. തൊപ്പി ഒരു കാര്യം ഓർക്കണം, അവന്മാരോടുള്ള ദേഷ്യത്തിന് തൊപ്പി ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴത്തേനും തൊപ്പിയുടെ വീടാണ്, തൊപ്പിക്കെതിരെയാണ് ആദ്യം ആക്ഷൻ എടുക്കുന്നത്. തൊപ്പി തന്നെ ആദ്യം കുടുങ്ങും. അത് ഓർത്തിട്ട് വേണം തൊപ്പി ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയാനായിട്ട്. ഈ മമ്മുവും ഷമീറും ഒക്കെ ഒരു സിനിമാ സെറ്റിൽ അഭിനയിക്കാൻ പോയിട്ട് അവിടെ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഡയറക്ടറോട് 4 ലക്ഷം രൂപ ചോദിച്ചെന്നൊക്കെയാണ് പറയുന്നത് അഭിനയിക്കാനായിട്ട്. 4 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അഭിനയിക്കില്ലെന്നൊക്കെ പറഞ്ഞെന്ന്. അതായത് പൊട്ടി പാളിസാകാൻ പോകുന്ന സിനിമയാണെങ്കിലും അവർക്ക് 4 ലക്ഷം വേണമെന്ന്. ഷമീറിന്റെ ഓസ്കാർ ലെവൽ അഭിനയം നമ്മൾ കണ്ടതാണ്. അതിന് ഷമീറിന് എന്താണ് പറയാനുള്ളതെന്ന് അറിയത്തില്ല. ഇനി വീഡിയോ ആയിട്ട് വരുമായിരിക്കും അതിന് റിപ്ലൈ ആയിട്ട്. എടാ ഇവര് എന്റെ തലയിലേക്ക് ഇടാൻ പോകുന്ന സാധനം, അതായത് എന്റെ കേസായിട്ട് എന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ഇവൻ ഡ്രഗ്സ് കൊടുത്തിട്ട് ഇത് ഇവിടെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല. എടാ അതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എന്താ അറിയോ, ഇതിന്റെ ബാക്കി എന്താ അറിയോ, മമ്മു ബ്ലോ ചെയ്യാ ഇവൻ മമ്മൂനെ കൊണ്ട് ഇവനെ ബ്ലോ ചെയ്യിപ്പിക്കുക. ഈ പറഞ്ഞ പോലെ തൊപ്പി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടി കുമ്പി ഇങ്ങനെ എന്താ മമ്മൂദേ ഷമീറിന് എന്ത് ആക്ഷൻ കാണിക്കാൻ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയും. ഞാൻ സത്യം പറഞ്ഞ അയ്യോ പടച്ചോരെ എന്തൊക്കെയാണ് ഈ ലൈവിൽ വന്ന് പറയുന്നത്. അപ്പൊ അന്ന് ഞാൻ ഒരു തമാശ രീതിയിൽ സത്യം പറഞ്ഞാൽ ഞാനത് എടുത്തിട്ടുള്ളൂ. പിന്നെ കുറെ സംഭവങ്ങളുണ്ട്. സത്യം പറയുവാണെങ്കിൽ ഈ ഷമീറിന് ഒരു കോമൺ സെൻസ് ഇല്ലേ, കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണ് അവിടെ നടന്നത്. ഇതൊക്കെ ചെയ്തിട്ടും തൊപ്പീനെ കുറ്റം പറഞ്ഞിട്ട് തൊപ്പി മോശക്കാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ വരുന്നത്. അവനത് പറയാനുള്ള എന്ത് അർഹതയാണുള്ളത്? തൊപ്പി നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. ഇവരൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിലും ഇവരുടെ ഹാർഡ് വർക്ക് ഒന്നും അതിലില്ല. സത്യം പറയുവാണെങ്കിൽ തൊപ്പി തന്നെ പറയുന്നുണ്ട്, തൊപ്പിക്ക് കൂടുതൽ വളരാനായിട്ടാണെങ്കിൽ കൂടുതൽ ടാലന്റ് ഉള്ളവരെ വെക്കായിരുന്നു, ഇവരെ വെക്കേണ്ട ആവശ്യമില്ല. ഇവരുടെയൊക്കെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. അതൊക്കെ അറിഞ്ഞിട്ടാണ് തൊപ്പി ഇവരെ കൂടെ കൂട്ടിയത്. ഈസ് ഇൻ ദിസ് ഓൾ ഫോർ യുവർ ഓൺ ഗുഡ്. എടാ എന്റെ ഗുഡിന് വേണ്ടിട്ട് ഞാൻ എന്തിനാ അവരെ തീറ്റി പോയിട്ടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും നോക്കി ടാലന്റ് ഉള്ള ആൾക്കാർ എനിക്ക് എടുത്ത് നിർത്തിച്ചൂടെ? എന്തെങ്കിലും കാര്യമുള്ള ആൾക്കാർ എനിക്ക് എടുത്ത് നിർത്തിച്ചൂടെ? എടാ ഞാൻ എടുത്ത ആൾക്കാർക്ക് ഒരു പാറ്റേൺ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ഈ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളോട് അന്നേ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇവരൊരിക്കലും ചതിക്കൂല എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു എനിക്ക്. മനസ്സിലായോ? ഇവരെല്ലാം വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ ഇവരിങ്ങനെ വിഷം കുത്തുന്നത് എനിക്കറിയില്ലല്ലോ. തൊപ്പി ഇവരെയൊക്കെ വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കാൻ പറ്റുന്നവർക്ക് സാലറി തരാം, അല്ലാതെ പുറകെ നിൽക്കുന്നവർക്ക് ഫേമസ് ആകാന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് വിളിച്ചത്. എന്നിട്ടും തൊപ്പി മമ്മൂനൊക്കെ സാലറി കൊടുത്തെന്നാണ് പറയുന്നത്. മമ്മൂ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 രൂപ പോലും കൊടുത്തിട്ടില്ലെന്നാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ സത്യം എന്ന് നമുക്കറിയത്തില്ല. പിന്നെ മമ്മു പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രമോഷൻ ചെയ്യാനായിട്ട് മമ്മു വിസമ്മതിച്ചപ്പോ തൊപ്പി മമ്മൂനെ ചവിട്ടിന്ന്, അതായത് 5 മിനിറ്റോളം തൊപ്പി നിലത്തിട്ട് ചവിട്ടിന്ന്. മമ്മു ഈ പറഞ്ഞ കാര്യത്തിന് തൊപ്പി എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. തൊപ്പി പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പ്രമോഷന് തൊപ്പി പോയപ്പോഴത്തേനും ആ പ്രമോഷൻ നൽകിയ ആൾക്കാർ പറഞ്ഞു മമ്മൂനെ പഠിപ്പിക്കാം, മമ്മൂന് എങ്ങനെ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലല്ലോ എന്ന്. ഇത് എന്ന് തൊപ്പി മമ്മൂനോട് പറഞ്ഞു, നിനക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന്. അപ്പൊ തൊപ്പീനെ മമ്മു തെറി വിളിച്ചെന്നാണ് പറയുന്നത്. മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് തെറി വിളിച്ചെന്ന്. തൊപ്പീനെ തെറി വിളിച്ചപ്പോഴത്തേനും തൊപ്പി ഒരു ചവിട്ട് കൊടുത്തെന്നാണ് പറയുന്നത്. അല്ലാതെ അവൻ പറഞ്ഞ പോലെ 5 മിനിറ്റോളം നിലത്തിട്ട് ചവിട്ടിയിട്ടില്ല. തൊപ്പിയുടെ അടുത്തോട്ട് ആദ്യമായിട്ട് മമ്മു വന്നപ്പോഴത്തേനും അവന് വായിക്കാൻ അറിയത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അവന് വായിക്കാനൊക്കെ അറിയാം, അത് കള്ളം പറഞ്ഞാണെന്നാണ് തൊപ്പി പറയുന്നേ. മാത്രമല്ല അവനെ പഠിപ്പിക്കാനായിട്ട് തൊപ്പി ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അവനതിന് തയ്യാറായില്ലെന്നാണ് പറയുന്നേ. കുറച്ച് ദിവസങ്ങളായിട്ട് തൊപ്പിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമ്മൾ കാണുന്നില്ലായിരുന്നു. നമ്മൾ ഓർത്ത് തൊപ്പി അത് ഇനാക്റ്റീവ് ആക്കി വെച്ചതാണെന്നാണ്. അതായത് തൊപ്പിക്കെതിരെ ഒരു ആരോപണങ്ങളുമായിട്ട് വന്നപ്പോഴത്തേനും തൊപ്പി ഫോളോയിങ് പോകാതിരിക്കാനായിട്ട് അത് ഇനാക്റ്റീവ് ആക്കി വെച്ചതാണെന്നാണ് നമ്മൾ ഓർത്തത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല, അത് ഷമീർ കളഞ്ഞാണെന്നാണ് തൊപ്പി പറയുന്നേ. തൊപ്പിക്കെതിരെ ഒരുപാട് പരാമർശം വന്നിട്ടുണ്ട്. തൊപ്പിയുടെ വീഡിയോ കാണുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികളാണ്. തൊപ്പി അതിലിരുന്ന് തെറിയൊക്കെ വിളിക്കുന്നുണ്ട്. അതൊക്കെ കുട്ടികൾ കാണുമ്പോഴത്തേനും കുട്ടികൾ നാശമാകുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പാരന്റ്സ് തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട്, പക്ഷെ ഈ കാര്യത്തിൽ അവന്റെ ഭാഗത്താണ് ന്യായം. ഷമീർ പറയുന്ന ഒരു കാര്യമുണ്ട്, തൊപ്പി ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, ആ ഡ്രഗ്സ് അവർക്കൊക്കെ കൊടുക്കുന്നുണ്ടെന്ന്. തൊപ്പി ഒരു ചലഞ്ചിന് തയ്യാറാകുന്നുണ്ട്. തൊപ്പി പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡ്രഗ് ടെസ്റ്റിന് ഞാൻ തയ്യാറാകുന്നുണ്ട്, നിങ്ങൾ തയ്യാറാകുമോ എന്നാണ് തൊപ്പി ചോദിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഡ്രഗ് ടെസ്റ്റ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അത് 2 ദിവസം മാത്രമേ അതിന്റെ റിസൾട്ട് നോക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മാക്സിമം 24 മണിക്കൂർ മാത്രമേ ഡ്രഗ്സിന്റെ ഇഫക്റ്റ് ശരീരത്തിൽ നിൽക്കത്തുള്ളൂ. ഇവന്മാര് പറഞ്ഞ കഥ നടന്നിട്ട് കുറെ നാളായി. എന്നിട്ടാണ് തൊപ്പി ഇപ്പൊ പറയുന്നത് ഡ്രഗ് ടെസ്റ്റിന് ഇപ്പൊ ഞാൻ തയ്യാറാണെന്ന്. ഇപ്പൊ തയ്യാറായിട്ട് എന്താണ് കാര്യം? ഇവരുടെ ഗ്യാങ്ങിലെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു പയ്യനാണ് ആദില്. ഈ ആദിലുമായിട്ട് തൊപ്പിയെ വെച്ചിട്ട് പോക്സോ കേസ് ഇവർ ആരോപിക്കുന്നുണ്ട്. അതായത് ആദിലിനോട് തൊപ്പി മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട്. ഷമീറാണ് തൊപ്പിക്കെതിരെ ഈ ആരോപണമായിട്ട് മുന്നോട്ട് വന്നത്. പക്ഷെ ഷമീറിന്റെ ഒരു കാര്യം തൊപ്പി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഇടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. തൊപ്പിയുടെ ചാനലിൽ തൊപ്പി ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് മമ്മുവും ഷമീറും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. സത്യം പറയുവാണെങ്കിൽ മൃഗങ്ങൾക്ക് പോലും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്. ഇവന്മാർക്ക് ആ മാന്യത പോലും ഇല്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലടാ മനുഷ്യന്മാർ. 3 മാസം മുമ്പ് എനിക്ക് മനസ്സിലായ കാര്യം. 3 മാസം മുമ്പ് ഞാൻ ഒരക്ഷരം ഒരാളോട് പറയാണ്ട് 3 മാസമായിട്ട് ഈ പെയിൻ ഉള്ളിൽ കൊണ്ട് ഞാൻ ജീവിക്കാം. അല്ലല്ല, ഞാൻ പറയുന്ന ഓരോ വേർഡ്സിനും പ്രൂഫ് ആയിട്ടേ ഞാൻ വെറുതെ ബ്ലഫ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സെന്റൻസ് പോലും ഞാൻ പ്രൂഫില്ലാണ്ട് പറയില്ല. ഓക്കെ, ഈ ലൈവ് തുടങ്ങി തീരുന്നവരെ ഒരു സെന്റൻസ് പോലും. ഇപ്പൊ ഷമീർ എന്നാലും ലൈവ് ചെയ്തു 2 മണിക്കൂർ ഇരുന്ന് പാച്ചക്കള്ളം സംസാരിച്ചു എന്നെക്കുറിച്ച്. പാച്ചക്കള്ളം 2 മണിക്കൂർ. ഈ കാര്യത്തിൽ തൊപ്പിയുടെ ഭാഗത്താണ് ന്യായം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, എന്തൊക്കെയായാലും എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.